കവിയന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിലപ്പോഴപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നമുക്ക് നടന്നു കിട്ടാറില്ല, എന്നാൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഓർക്കാപ്പുറത്ത് നമുക്ക് നടന്നു കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എനിക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. കഴിഞ്ഞ 12 ദിവസമായിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ലായിട്ട്, ഞാൻ ഈ എറണാകുളത്തുള്ളതാണെങ്കിലും അങ്ങനെ ഷോ അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേട്ടോ തിരുവനന്തപുരത്തുള്ളൊരു കുട്ടി ഇവിടെ വന്നിട്ട് ഈ ഫ്ലവർ ഷോ കണ്ടതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഈ മുറ്റത്തെടുക്കണം, ഞാൻ പോയില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവാമെന്ന് കരുതി ഞങ്ങൾ ഞായറാഴ്ച പോയിട്ടോ. പോയത് പക്ഷേ വൈകിട്ടായിരുന്നു. അപ്പോൾ 12 ദിവസമായല്ലോ ഈ ഫ്ലവർ ഷോ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റ്സ് അവിടെ വാടി നശിച്ചു പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് പോയതെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പിന്നെ എൻ്റെ ക്യാമറയിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ വീഡിയോസാണ് ഞാൻ എടുത്തത്. ഒന്നാമത് അവിടെ സമാപന സമ്മേളനവും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തിരക്കും ഞായറാഴ്ച ആയതിൻ്റെ പേരിൽ ഒരുപാട് പ്ലാന്റ്സ് അവിടെ വെള്ളം ഒഴിക്കാതിരുന്നിട്ട് വാടിയിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാനും സാധിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ കാണുന്നത് തന്നെ. എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കിന് എന്താ പറയുക, വേറൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെയൊക്കെ തോന്നിട്ടോ. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ പ്ലാന്റ്സുകൾ വാടിയും കരിഞ്ഞൊക്കെ നിൽക്കണ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിട്ടോ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിങ്ക, ഡയാന്തസ് അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സ് അവിടെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ നശിച്ചു പോയിട്ടോ. പല നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വലിയ കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ ആയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയി കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ പുതിയൊരു അനുഭവം ആയതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു ഇത് തോന്നണത്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചേക്കണം അടുത്ത വർഷവും ഇത് തുടങ്ങുമ്പോൾ തന്നെ പോയി കാണണം. എന്നാൽ മാത്രമേ നമുക്കിത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ അവിടെ ഒരുമാതിരി കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഡയാന്തസൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഴിവാലം പോലത്തെ അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് നിൽക്കുന്ന ചെടിയാണ്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ്. ഇതൊക്കെ എത്ര രൂപയാണ് റേറ്റ് എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് അതായത് ചൊവ്വാഴ്ച കൊടുക്കുമെന്നാണ് പറഞ്ഞത്. വില കുറച്ചിട്ട് കൊടുക്കുമെന്നാണ് ഞാൻ അവിടെ 2-3 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. ഓർക്കിഡൊക്കെ അതിൻ്റെ തനിമയോട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ബന്ദി, പിന്നെ നമ്മുടെ പെറ്റൂണിയ, ഡെയ്സി അങ്ങനെയുള്ള ചെടികളൊക്കെ ഒരുപാട് ഇങ്ങനെ വാടി ഉണങ്ങി കരിഞ്ഞു പോയിട്ട്, പിന്നെ കുറച്ച് ഇലച്ചെടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇലച്ചെടികളോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. നേരത്തെയൊക്കെ ഇലച്ചെടികളായിരുന്നു ഒരുപാട് ഇഷ്ടം. എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റേതായ ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് എടുക്കാനും സാധിച്ചത്. കുറേ ചെടികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നശിച്ചിരിക്കുന്നുണ്ട്, അത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇതിൽ എത്ര പേര് കാണില്ല എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. ചെടികളുടെ മായ ലോകം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഒരുപാട് ഫാൻസി കടകൾ അവിടെ ഉണ്ട് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാനിങ്ങനെ ഫ്ലവർ ഷോ ഒന്നും കാണാൻ പോയിട്ടൊന്നുമില്ല. സിനിമ കണ്ട കാലം തന്നെ മറന്നു, പിന്നെയാണല്ലോ ഫ്ലവർ ഷോ. എൻ്റെ വീട് എറണാകുളം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടെ പോണത് കടപ്പുറത്താണ്. അത് വല്ലപ്പോഴൊക്കെ ഒന്ന് കടപ്പുറത്ത് പോകും, കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഒരു അത്രയൊക്കെ തന്നെയുള്ളൂ. സിനിമക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, മടി കാരണം പോവാറില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാതെ, ബൈ.